ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീനൽ ഫായിസീനൽ മുഖ്റബീൻ. മഹല്ലി 3-ാം വാള്യം 48-ാം പേജ്. വയത്തഖയ്യറു ശരീക്കിനിക്ക് അഥവാ ഷഫീനിക്ക് ഇഷ്ടം പ്രവർത്തിക്കാം ഫീമ ഒരു തസറുഫ് നടത്തിയതിൽ. അഥവാ ഒരു ശരീക്ക് മറ്റേ ശരീക്കിനെ അറിയിക്കാതെ വേറൊരാൾക്ക് തസറുഫ് നടത്തി, ആ തസറുഫ് നടത്തിയത് ശുഫത്ത് ഇല്ലാത്ത വഖഫ് പോലത്തെ കാര്യങ്ങളാണ് മുസ്തരി നടത്തിയെങ്കിൽ ഹുക്മാണ് നമ്മൾ അവസാനം പറഞ്ഞത്. എന്നാൽ ഫീമ ഒരു തസറുഫ് ചെയ്തില്ല. അങ്ങനെ തസറുഫാണ് ഫീഹി, ആ തസറുഫിൽ ഉണ്ട് ഷുഫത്തുണ്ട്. ഷുഫത്ത് ഉണ്ടാകണമെങ്കിൽ ഹിബത്തിന് പകരം മിൽക്കനെ നീക്കണമല്ലോ. ഇന്നലെ പറഞ്ഞില്ല ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഹിബത്ത്, ഇജാറത്ത്, വഖഫൊക്കെ ആയിരുന്നു. ഇനി തന്നെ ഷുഫത്തുള്ള വിഷയം ചെയ്തു. കാരണം കബൈൻ വിറ്റിക്കാണ്. അതായത് ഈ ഒരു ശരീക്കിൽ നിന്ന് വാങ്ങിയ മുസ്തരി വേറൊരാൾക്ക് വിറ്റു. ഇസ്താഖിൻ അല്ലെങ്കിൽ ആ മുസ്തരി ഒരു പെണ്ണിനെ വിവാഹം ചെയ്തപ്പോൾ അവർക്ക് മഹറായി കൊടുത്തു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മുസ്തരി ചെയ്തതെങ്കിൽ അവിടെ ഈ ഷഫീനിക്ക് ഇഷ്ടം പ്രവർത്തിക്കാം. എന്തിനിടയിൽ ഇഷ്ടം പ്രവർത്തിക്കുക? ബൈന യഹുദ, ആ ഷഫീനിക്ക് വാങ്ങുന്നതിൻ്റെ ഇടയിൽ ബിൽ ബൈസാനി, രണ്ടാമത്തെ ബൈ കൊണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ 2 ശരീക്കുമ്പോൾ എന്നുള്ളൊരു ശരീക്ക് സെയ്ദിനിക്ക് വിറ്റു. സെയ്ദ് ആ സാധനം അമ്രിന് കൊണ്ടുപോയി വിറ്റ്. എന്നാൽ അമ്രിൻ്റെയൊക്കെ നിങ്ങൾ വാങ്ങുക. അതുപോലെ തന്നെ വൽ ഇസ്താഖി, സെയ്ദ് ഒരു പെണ്ണിലേക്ക് മഹറായി കൊടുത്തെങ്കിൽ ആ പെണ്ണിൻ്റെയൊക്കെ നിങ്ങൾ വാങ്ങുക. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിലും ഇഷ്ടം പ്രവർത്തിക്കുക. ഔ യൻഖുലുഹു, അതല്ലെങ്കിൽ ആ മുസ്തരി ചെയ്തതായിരിക്കുന്ന പ്രവർത്തനത്തിന് നഖൽ ചെയ്യുക. ഇപ്പോൾ മുസ്തരി സെയ്ദിനക്ക് വിറ്റല്ലോ, ആ വിറ്റേനെ പൊളിച്ചിട്ട് യുഖദ് ബിൽ ഒന്നാമത്തെ വഴി കൊണ്ട് വെച്ചാൽ ഈ മുസ്തരിൻ്റെയൊക്കെ തന്നെ ഇങ്ങോട്ട് വാങ്ങുക. അങ്ങനെയും ചെയ്യാം. എന്താ ഓൻ്റെയൊക്കെ തന്നെ വാങ്ങി മറ്റേ പൊളിക്കാൻ കാണില്ല. ഹന്ന ഹക്കവ്, കാരണം ഷഫീനിക്കുള്ള അവകാശം സ്ഥാപിക്കും, അത് ഈ രണ്ടാം മുസ്തരിക്കുള്ള ഹക്കിനേക്കാളും മുന്തിയതാണല്ലോ. അതുകൊണ്ട് ഇനി വേറെ വിഷയമാണ്. പല വിഖ്തലഫൽ മുസ്തരി വ ഷഫീഹു, ഇനി ഒരു ശരീക്കിൽ നിന്ന് വാങ്ങിയ ആളും മറ്റേ ശരീക്കാകുന്ന സുഫത്ത് കൊണ്ട് പിടിക്കുന്ന ആളും രണ്ടാളും തമ്മിൽ അഭിപ്രായവ്യത്യാസമായി ഫീ ഖദീ സമനി, ഈ ഷിക്സിൻ്റെ വിലയുടെ അളവിൻ്റെ വിഷയത്തിൽ. അതായത് മുസ്തരി കുറച്ച് പറഞ്ഞ്, മുസ്തരി കൂട്ടി പറഞ്ഞ് ഞാനിപ്പോൾ 10,000-നൊക്കെയാണ് വാങ്ങിയതെന്ന് പറഞ്ഞു. മറ്റേ പറഞ്ഞാൽ അല്ലല്ലോ 8,000-നെ വാങ്ങിയുള്ളൂ എന്ന് ഷഫീവും പറഞ്ഞാൽ സുദ്ദിക്കൽ മുസ്തരിയാണ് വാസ്തവമാക്കപ്പെടുക. ബിയമീനിയ, മുസ്തരിയുടെ സത്യത്തോടുകൂടി. വല്ലാഹി ഞാൻ 10,000-നാണ് വാങ്ങിയെന്ന് പറഞ്ഞാൽ അതാണ് എടുക്കുക. ലിയന്നഹു, കാരണം ഈ മുസ്തരി ആയതിനു വേണ്ടി ആയാലും ഓൻകാളിൽ കൂടുതൽ അറിയാം. ബിമ ബാസറഹു, ബിമ ഒരു ഇടപാട് കൊണ്ട്. അങ്ങനത്തെ ഇടപാട് കൊണ്ട് മുബാസറത്ത് ചെയ്തു. അതിൽ ഏത് പൈസ പറഞ്ഞു ഓനക്കല്ലേ അറിയാം. അപ്പോൾ ഓൻ്റെ വാക്കാണ് എടുക്കുക. ബക്കഥ ഇപ്പം അങ്ങനെ ഇഖ്തിലാഫായാൽ അവിടെ മുസ്തരിനെ വാസ്തവമാക്കപ്പെടും എന്ന പോലെ ലു അങ്കറ ഷിറാ, ഈ മുസ്തരി നിഷേധിച്ചു. ആ ഷിറാ, ഞാൻ മറ്റേ ശരീക്കിൻ്റെയൊക്കെ ഒന്ന് വാങ്ങിയതാണ് എന്നുള്ളത്, ഞാൻ വാങ്ങിയതല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇബത്ത് എന്നാണെന്നൊക്കെ പറഞ്ഞു. ഔ കൗന താലിബി, അല്ലെങ്കിൽ ഈ ശുഫത്ത് കൊണ്ട് തേടിയ ശരീക്കുണ്ടല്ലോ, ആ ശുഫത്ത് കൊണ്ട് ആവശ്യപ്പെട്ടതായിരിക്കുന്ന ആളാണ് ശരീക്കൻ. അവൻ എനിക്ക് വിറ്റതായിരിക്കുന്ന ആളെ ശരീക്കാണെന്നുള്ളതിനെ നിഷേധിച്ചു. എന്നാലും മുസ്തരി യുസദ്ദഖു, മുസ്തരിയാണ് വാസ്തവമാക്കപ്പെടുക. ബിയമീനി, മുസ്തരിയുടെ സത്യത്തോടു കൂടി. എന്തെന്ന് വാസ്തവമാക്കപ്പെടും? അന്നഹു, നിശ്ചയമായിട്ടും ഈ മുസ്തരിയാവുന്നത് മസ്തറാഹു, അവൻ മറ്റേ ശരീക്കിൻ്റെയൊക്കെ ഒന്ന് പൈസക്ക് വാങ്ങിയതല്ല. ബൽ വരിസഹു, എങ്കിലും ഞാൻ ഇതിനെ അനന്തരെടുത്താണ്. എൻ്റെ പാപ്പയായിരുന്നു അത്, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനായിരുന്നു, അയാൾ മരിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ മറ്റേ ശരീക്കിന് പിടിക്കാൻ കഴിയുമല്ലോ, ഇവതിന് പേരല്ലാത്തതുകൊണ്ട്. അവിത്തഹബഹു, അതല്ലെങ്കിൽ ഈ മുസ്തരി പറഞ്ഞ് ഞാനത് വിലക്ക് വാങ്ങിയാൽ ഞാൻ അയാൾക്ക് ഹിബത്ത് സ്വീകരിച്ചതാണെന്ന്. അതുപോലെ തന്നെ മൂന്നാമത്തെ അടുത്ത് കൗനത്താലിബ് ശരീക്കെന്ന് പറഞ്ഞില്ല, അവിടെ പറഞ്ഞ അന്നഹു അന്നഹു, നിശ്ചയമായിട്ടും ഈ മുസ്തരിലായാലും മുസ്തരിക്ക് അറിയൂല. അന്നത്താലിബ, നിശ്ചയം എൻ്റെയൊക്കെ സുഫത്ത് കൊണ്ട് പിടിക്കാൻ തേടിയതായിരിക്കുന്ന ആൾ ശരീക്കുൻ, അവൻ എനിക്ക് സാധനം വിറ്റാളെ ശരീക്കാന്നുള്ള എനിക്ക് അറിയൂല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മുസ്തരിയാണ് വാസ്തവമാക്കപ്പെടുക. ഫൈനി ഇത്രപ്പോൾ ശരീക്കു, ഇനി ശരീക്ക്, അതായത് ഇപ്പോൾ വാങ്ങിയും പറഞ്ഞാൽ ഞാനങ്ങനെ വാങ്ങിയിട്ടില്ല എന്ന്. അവിടെ വിറ്റ ശരീക്കുണ്ടല്ലോ, 2 ശരീക്കപ്പെട്ട ശരീക്കല്ലേ വിറ്റത്. ആ വിറ്റ ശരീക്ക് സമ്മതിച്ചു. എവിടെ? ഫി സൂറത്തിൽ ഇങ്കാരി ഷിറായി, മുസ്തരി ഷിറായിനെ നിഷേധിച്ച പോലത്തെ, ഞാൻ അയാളേക്കൊന്നും വാങ്ങിയതല്ല, എനിക്ക് അയാൾ ഹിബത്ത് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു അല്ലല്ല ഞാൻ അയാൾക്ക് വിറ്റ് തന്നെയാണെന്ന്. പിന്നെ മറ്റേ ശരീക്ക് സമ്മതിച്ചാൽ ബിൽ ബൈ, വിൽപ്പന ഉണ്ടായിരിക്കണമെന്ന് സമ്മതിച്ചാൽ ഫൽ അസഹു, അവിടെ പ്രബലമായ അഭിപ്രായം സുബൂത്ത് ഷുഫത്ത് സ്ഥിരപ്പെടുമെന്നാണ്. ഇല്ലാഹരി, മറ്റേ ശരീക്കിനക്ക്
ഇപ്പോൾ മുക്കാബിലുഹു, എന്നാൽ അവിടെ അസുഹിൻ്റെ മുക്കാബില ചില അവിടെ സ്ഥിരപ്പെടില്ല എന്നാണ് പറഞ്ഞത്. ഒരു എണ്ണൂറ് നോക്കുന്നില്ല ഇൻകാരി ഷിറായി, വാങ്ങിയ ആൾ ഷിറായിന് അനുസരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അസുഖം പ്രകാരം അങ്ങനെയല്ല, അവിടെ ശുഭത്ത് സ്ഥിരപ്പെടുന്ന. അപ്പോൾ പിന്നെ മുസ്തിരി പൈസ വാങ്ങൂലല്ലോ, കാരണം ഞാൻ വാങ്ങിയതല്ല, എൻ്റെയൊക്കെ ശുഭത്ത് കൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്നല്ലോ പറയുന്നത്. അപ്പോൾ എന്താക്കണം, വൈസല്യമോ ഈ ശുഭത്ത് കൊണ്ട് പിടിക്കുന്ന ആളെ ഏൽപ്പിച്ചു കൊടുക്കണം അസമന, ഈ ഷിക്സിനൊക്കെയുള്ള വിലയെ ഏൽപ്പിച്ചു കൊടുക്കണം. ബായി വിറ്റ ശരീക്കിലേക്ക് നാണ്ട് കൊടുത്തേക്കണം. എപ്പോഴാണ് വിറ്റ ശരീക്കിലേക്ക് കൊടുക്കേണ്ടത്? ഇല്ലം വ്യാത്തിരിഫ്, ആ വിറ്റ ശരിയൊക്കെ സമ്മതിച്ചില്ലെങ്കിൽ കബുദീമിനൽ മുസ്തിരി, ഞാൻ ആ വില മുസ്തിരീൻ്റെയൊക്കെ കബുദ് ചെയ്തിരിക്കണം. ഞാൻ 10,000-ന് വിറ്റിക്കണമെന്നേ പറഞ്ഞുള്ളൂ, പൈസ എനിക്ക് വിലയൊക്കെ കിട്ടിയിരിക്കുന്നു പറയുന്നില്ലെങ്കിൽ ആ പൈസ എന്നാൽ നമ്മുടെ ശരീക്കിനും കാർഡ് കൊടുക്കുക, വിറ്റ ശരീക്കിലേക്ക്. ഫഹൽ യുത്രക്കു, എന്നാൽ ഫി യദി ഷഫീ വൈനി അല്ല ഇനി പറയാം, വൈനി എത്തറഫ ബി കബുദി മിന്നും, വൈനി എത്തറഫ, ഇനി ഈ ശരീക്ക് വിറ്റ ശരീക്ക് സമ്മതിച്ചു ബി കബുദി, ഞാൻ വില കബുദ് ചെയ്തിരിക്കണം മിൻഹു മുസ്തിരിയിൽ നിന്ന്, എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫഹൽ യുത്രക്കു, എന്നാൽ അവിടെ ഈ സമന്നെ ഒഴിച്ചിടപ്പെടും. അപ്പോൾ അവനക്ക് ഇനി കൊടുക്കേണ്ടതില്ലല്ലോ. പിന്നെ ഇപ്പോൾ ആർക്കാ കൊടുക്കേണ്ടത്? മുസ്തിരിക്കാണ്. മുസ്തിരിയും വാങ്ങൂല, കാരണം ഞാൻ അവൻ്റെയൊക്കെ ഒന്ന് വിലക്ക് വാങ്ങിയതല്ലാന്നല്ലോ പറയണത്. അവൻ്റെയൊക്കെ നിനക്ക് ശുഭത്തോടെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വില പൈസ എന്താക്കൂ? ഫാലി ഉത്തരക്കൂ, ഈ സമന്നെ ഒഴിച്ചിടപ്പെടും ഫി യദി ഷഫി, ശുഭത്ത് കൊണ്ട് പിടിച്ചതായിരിക്കുന്ന ആളെ കയ്യിൽ തന്നെ അട്ടക്കുവോ, യൂഹുദുൽ കാദിലെ, കാദിയാർ ആ സമന് വാങ്ങിയിട്ട് വയഫലു, കാദിയാർ എന്നെ സൂക്ഷിക്കുകയാണോ വേണ്ടത്? ഫിഹി, ഈ രണ്ടിൽ ഏതാണ് വേണ്ടതെന്ന് രണ്ട് ഖിലാഫിൻ്റെ അഭിപ്രായ വ്യത്യാസമാകുന്നുണ്ട്. അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസമാണ് സബക്ക, ആ അഭിപ്രായ വ്യത്യാസം കഴിഞ്ഞു പോയിരുന്നു ഈ കിതാബിൽ. ഇവിടെ ഫിൽ ഇഖ്റാരി, അല്ല സബക്ക ഫിൽ ഇഖ്റാരി, ഇഖ്റാറിൻ്റെ ബാബിൽ, അഥവാ 5-ാം പേജിൽ, ജുസ് 3-ാം ജുസിൻ്റെ 5-ാം പേജ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ത് കഴിഞ്ഞു പോയി? നദീറുഹു, ഇതിനോട് തുല്യമായിരിക്കുന്ന കാര്യം, അതായത് ഷഫീൻ പിന്നെ കയ്യിലാണോ ഒഴിച്ചിടുക, അല്ലെങ്കിൽ കാതി വാങ്ങിയേക്കണമെന്നുള്ളതിനോട് തുല്യമായത്. എവിടെയാണ് കഴിഞ്ഞു പോയത്? ഫീമ ഇതാ കദ്ദബൽ മുഖറുലഹു, ആർക്കും വേണ്ടിയാണോ ഇക്രാർ ചെയ്യപ്പെട്ടെങ്കിൽ ഓൻ കളവാക്കി ആരെ? അൽ മുക്കിറിനെ, ഇക്രാർ ചെയ്തവന്, ഈ മാല് കൊണ്ട് ഇക്രാർ ചെയ്തവന്. ഉദാഹരണം സോബ് പോലെ. അപ്പോൾ ഈ വസ്ത്രം സെയ്ദിൻ്റെതാണ് എന്നൊരാൾ ഇക്രാർ ചെയ്തു. സെയ്ദ് പറഞ്ഞാൽ എനിക്കങ്ങനെ വസ്ത്രമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഖിലാഫ് ഉണ്ടായിരുന്നു. അത് ഈ ഇക്രാർ ചെയ്തവൻ കയ്യിൽ പിടിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ കാതിക്ക് കൊടുക്കുകയാണോ വേണ്ടതെന്ന്. അവിടെ അന്നൽ അസുഹ, പ്രബലമായ അഭിപ്രായം, അന്നഹു, നിശ്ചയമായിട്ടും ഈ ഇക്രാർ ചെയ്യപ്പെട്ട സാധനം യുത്രക്കു ഫി യദിഹി, അത് മുഖീറിൻ്റെ കയ്യിൽ തന്നെ സ്ഥിരപ്പെടുത്തി നിർത്തപ്പെടണം എന്നാണ് അസുഹ് എന്നും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേമാതിരി ഇവിടെയും വരും. പ്രബലമായത് പ്രകാരം അപ്പോൾ ഈ മുഖീർ ഈ ഷഫീ തന്നെ പിടിക്കണമെന്ന് വരും. ഇനി പറയാം ബലവിസ്തക ഷുഫത്ത, ഇനി ഷുഫത്തിനെ കൊണ്ട് പിടിക്കാൻ അവകാശമാക്കിയാൽ ജമ്മുൻ, ഒരു സംഘ ആൾക്കാർ, അപ്പം കുറേ ആൾക്കാരുടെ കൂറാതായിരിക്കുന്ന വസ്തുവാണ്, അതിലൊരാൾ വിറ്റാൽ പിന്നെ എല്ലാവർക്കും അവകാശം ഉണ്ടാകില്ല. എന്നാൽ അഹദു, ആ ജമ്മിനൊക്കെ അവിടെ പിടിക്കാൻ ആ കതിരിൽ ഹിസസി, ഓരോരുത്തർക്കും ഉള്ളതായിരിക്കുന്ന വിഹിതത്തിൻ്റെ തോതനുസരിച്ച്, സുലുസുള്ളവനക്ക് അത്ര, സുലുസാനുള്ളവൻ അങ്ങനെ, നിസ്ഫുള്ളവൻ അങ്ങനെ, ആ നിലക്കാ പിടിക്കുക. വഫീ കൗലിന് ഒരു ദൈഫായ കൗലുണ്ട്, അല്ല റൂസി, അല്ല ഈ പിന്നെ ഹിസസ് അവരുടെ വീതത്തിൻ്റെ തോതനുസരിച്ച് അവരുടെ തലെണ്ണ പ്രകാരമാണ്. അപ്പോൾ സുലുസുള്ളവനും നിസ്ഫുള്ളവനും റുബുള്ളവനും ഒക്കെ ഒരേ മാതിരിയാണെന്ന് വരും. അപ്പോൾ അതിന് വലുത് ഫിരിയാണ്. ഫൈദാക്കാലി വാഹിദിൻ, അപ്പോൾ ഒരു ജമ്മ് കുറേ ആൾക്കാർക്ക് കൂറുള്ള സാധനമാണ്, അതിൽ ഒരേ ശരീക്കിനൊക്കെയുള്ളത് അന്നിസ്ഫു, ഈ വസ്തുവിൻ്റെ പൗതിയാണുള്ളത്. വലിയ ആഹ്റ വേറൊരു ശരീക്കിനൊക്കെ സുലുസു 3/1 വലിയ ആഹ്റ വേറൊരു ശരീക്കിനൊക്കെ സുലുസു 6/1 എന്തായാലും ഒരു വീട്ടിൽ നിന്ന് വെച്ചാൽ വീട് പിന്നെ 3 ആൾ കൂടി എടുത്തതാണ്. അതിൽ പകുതി പൈസ ഒരാളെടുത്ത് 1/3 സംഖ്യ പിന്നെ 1/3 സംഖ്യ ഒരു ശരിക്ക് എടുത്ത് 6/1 വേറൊരു ശരിക്ക് എടുത്തു. അപ്പോൾ എന്നിട്ട് ഒരു 60,000-ൻ്റെ വീടാന്ന് വെക്കുക. അതിൽ 30,000 ഒരാളെടുത്ത് 30,000, 20,000 വേറെ ആളും എടുത്ത്, അപ്പോൾ 50,000. പിന്നെ 10,000 വേറെ ആളും എടുത്ത്. അപ്പോൾ ഒരാൾക്ക് പിന്നെ നിസ്ഫും മറ്റൊരാൾക്ക് സുദുസും പിന്നെ ആൾക്ക് സുദുസുവലുണ്ടാകുക. നല്ലൊരാൾക്ക് അതെ. അങ്ങനെ വന്നാൽ പിന്നെ എന്താ ഇപ്പം സാഹിബു നിസ്ഫി, അപ്പോൾ ഈ നിസ്ഫിൻ്റെ സാഹിബ് അഥവാ പൗതിയിൽ കൂറുള്ളതായിരിക്കുന്ന ആൾ വിറ്റു ഓൻ്റെ വീതത്തിന്. എന്നാൽ അഹ്ദുൽ ആഹ്റാനി, മറ്റേ 2 ആളുകൾ അഥവാ സുദുസിൻ്റെയും നിസ്ഫിൻ്റെ അല്ല സുദുസിൻ്റെയും ആളുകൾക്ക് അതിനെടുക്കാം അസ്ലാഹൻ സുലുസുകളായിട്ട്. വെച്ചാൽ ഈ പിന്നെ
നിസ്ഫിൻ്റെ ആളല്ലേ വിറ്റത്. അപ്പോൾ സുലുസിൻ്റെ ആൾക്ക് സുലുസൈനി എടുക്കാം, സുദുസിൻ്റെ ആൾക്ക് ഒരു സുലുസും എടുക്കാം, അതർത്ഥം. അല്ല അബല് പ്രകാരം, അബൽ എന്ന് പറഞ്ഞാൽ ഹിസസ് പ്രകാരമാണ് എടുക്കുക എന്നുള്ള പ്രകാരം. എന്നാൽ ഇപ്പോൾ നിസ്ഫിന് രണ്ട് പകുതിയായിട്ടാണ് വെച്ചാൽ സുൽസാരന് ഒരു പകുതി, നിസ്ഫാരന് അല്ല സുൽസാരന് വേറൊരു പകുതിയും, അങ്ങനെ രണ്ട് പകുതിയായിട്ട് എടുക്കുക എന്നുള്ള സാനി തലെണ്ണാണെന്നുള്ള പ്രകാരം രണ്ടാൾക്കാരല്ലേ ഉള്ളത് നോക്കിയിട്ട്. വജുവില്ലമ്പരി അത് തലെണ്ണല്ല, മറിച്ച് അവർക്കുള്ള വിഹിതത്തിൻ്റെ അളവനുസരിച്ചാണെന്നുള്ളതിൻ്റെ ന്യായമാകുന്നത് അന്നഷുഫത്ത വിഷയം ഷുഫത്ത് കൊണ്ട് പിടിക്കുക എന്നുള്ളത് മറാഫിക്കിൽ മിൽക്കി അത് മിൽക്കിൻ്റെ ഉപകാരങ്ങളിൽ പെട്ടതാണല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ മിൽക്കിൻ്റെ ഉപകാരത്തിൽപ്പെട്ടാൽ നോക്കുമ്പോൾ തുത്തക്കദ്ദറു, അപ്പോൾ ആ ഷുഫത്തിനെ കണക്കാക്കപ്പെടണമെങ്കിൽ കതിരി ആ മിൽക്കിൻ്റെ അളവനുസരിച്ച്, അപ്പോൾ സുരുസുള്ളവന് അതിനനുസരിച്ച് നിസ്ഫുൾ സുദുസുള്ളവന് അതിനനുസരിച്ച് കൊണ്ടാണ് ഇതിലേക്ക് ഒരേ മാതിരിയില്ല എന്നാണ്. അപ്പോൾ വജുസ്ഥാനി എന്ന രണ്ടാമത്തെ അത് ആളെണ്ണ പ്രകാരമാണ് നോക്കുക എന്നുള്ളത് പ്രകാരം അതിൻ്റെ ന്യായം അന്നസോബ ഷുഫത്തി നിസ്ഫുവിൻ്റെ ഷുഫത്തിൻ്റെ കാരണം അസുൽ ഷിർക്കത്തി, അസുൽ ഷിർക്കത്താണല്ലോ, നിസ്ഫോ സുരുസോ എന്നുള്ളത് നോക്കുന്നില്ല, ഒരു ഷിർക്കത്തുണ്ടല്ലോ എന്നുള്ളതാണ്. ബഹുമ ഈ രണ്ട് അഥവാ സുദുസിൻ്റെ ആളും സുരുസിൻ്റെ ആളും രണ്ടാളും തന്നെ ഫീദാരിക്ക അസുൽ ഷിർക്കത്തിൻ്റെ വിഷയത്തിൽ സ്വഭാവം ഒരുപോലെയാണല്ലോ. ഷിർക്കത്ത് ഒരാൾക്ക് കുറച്ച് ഏറെ ഉണ്ടെന്നല്ലേ ഉള്ളൂ, അതല്ല ഇവിടെ ഇപ്പോൾ ഷിർക്കത്തിൻ്റെ അസുലുണ്ടാക്കും ഒരുപോലെ ഉണ്ട്, തലെണ്ണ പ്രകാരമാണെന്നാണ് ഒരു ന്യായം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.